സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മീൻ അച്ചാറാണ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ജിനുവിൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഇന്ന് മീൻ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 3/4 കിലോ മോതമീനാണ്. മോതയാണ് മീൻ. അപ്പോൾ നമ്മളിത് ചെറുതായിട്ട് പീസാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി പിഴിഞ്ഞ് എടുക്കാൻ പോവാം. നമ്മൾ ഈ മീൻ അച്ചാറിടാനാണ് പോകുന്നത്. അപ്പോൾ ഈ മീൻ അച്ചാറിടുമ്പം നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം, അല്ലേ നമ്മൾ വറക്കുമ്പോൾ മൂക്കാൻ താമസമാണ്. നമ്മളിതിനകത്ത് ഉപ്പ് കല്ലിട്ട് തേക്കുവാണ്. നമ്മൾ പൈപ്പിൽ നിന്ന് നേരെ വെള്ളം അങ്ങോട്ട് ഒഴിക്കുമ്പോൾ പീസ് ഇങ്ങനെ അടന്നടന്ന് പോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം പൈപ്പിൽ നിന്ന് എടുത്തിട്ട് ഇതിനകത്ത് ഒഴിച്ച് കഴുകുക. ഉപ്പിട്ട് തേക്കുന്നുണ്ട് നല്ലതായിട്ട് ഇതിൻ്റെ പുളിപ്പെല്ലാം പൊക്കോളും. കഴുകി ഇനി പിഴിഞ്ഞെടുത്ത് നമുക്ക് ഇതിനായി ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ കഴുകി പിഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഈ മീനിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ ഉപ്പിടുവാണ്. അതുപോലെ തന്നെ ഒരു 2.5 സ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെ. എന്നിട്ട് ഒത്തിരി മുളക് പൊടി ഇട്ടാലുണ്ടല്ലോ ഇത് ചിലപ്പം കരിഞ്ഞു പിടിക്കും നമ്മൾ വറക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഇത്ര മാത്രം മുളക് പൊടിയെ ഇപ്പോൾ ഇടുന്നുള്ളൂ. ഇത് നമുക്ക് നല്ലതായിട്ട് ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇടുവാണ്. ഇത് നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും കൂടെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് നല്ലതായിട്ട് എല്ലായിടത്തും പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊരു 2-3 മണിക്കൂർ ഇവിടെ നിന്ന് ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കിത് വറക്കാം. അപ്പോൾ നമ്മുടെ മീനയിൽ ഇത് മുളകും ഉപ്പും മഞ്ഞളും നമ്മൾ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്കിനി ഇതെല്ലാം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്ത് കോരി എടുക്കാം. മീൻ വറുക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ പെറുക്കി ഇതിനകത്തേക്ക് ഇടാം. നമ്മൾ മീൻ വറക്കുമ്പോഴത്തേക്ക് കരിയാപ്പിലയും കൂടി ഇടുകയാണെങ്കിൽ അടി പിടിക്കാതിരിക്കും മീൻ. നമ്മൾ മീൻ പെറുക്കിയിട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നല്ലതായിട്ടൊന്ന് വേവാകുമ്പോഴത്തേക്ക് നമ്മൾ ഇളക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടല്ലോ പൊടിഞ്ഞു പോകും. നമ്മളിത് മീൻ വറക്കുമ്പോൾ ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. മൂത്ത് പോയാൽ ആ അച്ചാറിൻ്റെ ഇത് പോകും. ഇത് നമ്മളിപ്പോൾ അച്ചാറിടാൻ വേണ്ടി മോത മീനാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം മോത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മോത എന്ന് പറയും, പലയിടത്തും പല പേരാണ് പറയുന്നത്. പിന്നെ അച്ചാറിടാൻ വേണ്ടി നല്ല ചൂര നല്ലത് അച്ചാറിടാൻ. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് പിടിക്കാമെന്ന് അറിയത്തില്ല. നല്ല ചൂര നല്ലത് അച്ചാറിടാൻ. ഒട്ടും നമ്മൾ വറുത്ത് കോരിയാലും അച്ചാറിടാലും ഒന്നും ഒട്ടും ഉടയത്തില്ല അതിൻ്റെ കഷ്ണങ്ങളൊന്നും. അപ്പോൾ അത് ചൂര നല്ലതാണ്. പിന്നെ മത്തി അച്ചാറിടും. മത്തിയൊക്കെ അച്ചാറിടാൻ നല്ലതെന്നാണ് പറയുന്നത്. അത് നമുക്ക് വേണേൽ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്.
പൊടിയില്ലാത്ത മീനുകളാണ് എപ്പോഴും നമ്മൾ അച്ചാറിടാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ പച്ചമീൻ ഉപയോഗിക്കുന്നത് തന്നെ ഉണക്കമീനും നമുക്ക് നല്ലതായിട്ട് അച്ചാറിടാം. അതിൻ്റെ ഉപ്പിറക്കണമെന്നേ ഉള്ളൂ. ഉപ്പിറക്കി നമുക്ക് അച്ചാറിടാം. ഇതുകൊണ്ട് ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഒത്തിരി അങ്ങ് മൂത്ത് പോയില്ല, നല്ലതായിട്ട് വേകുകയും ചെയ്തു. കണ്ടോ, ഈ പരുവത്തിൽ നമുക്ക് കോരിയെടുക്കാം. തീ കുറച്ച് വെച്ച് കണ്ടോ, കരിയാപ്പില ഇട്ടതുകൊണ്ട് ചട്ടിക്കടിയിൽ ഒട്ടും പിടിച്ചിട്ടില്ല. ഇങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ വറുത്ത് കോരി എടുക്കണം. ഞാനിത് 2 പ്രാവശ്യമായിട്ട് വറുക്കുന്നത്. വറുത്ത് കോരി മാറ്റി വെച്ചു. ഇനി നമുക്ക് അച്ചാറിടാം. അതെല്ലാം കഴിഞ്ഞ് ചട്ടി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചട്ടി നല്ലതായിട്ട് ചൂടായി. ഇത് 100 ഗ്രാം നല്ലെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ ഇത് കണ്ട, ഈ ഒരു ബൗളിനകത്ത് നിറച്ചുള്ള വെളുത്തുള്ളി നമ്മൾ നല്ലതായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഈ വെളുത്തുള്ളി ഇതിലേക്ക് ഇടുക. നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോഴത്തേക്ക് വലിയ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇത് മൂപ്പിക്കരുത്. ഇത്ര തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിക്കണം. പിന്നെ ഒറ്റയടിക്കാൻ കരിഞ്ഞു പോകും. ഞാൻ ഈ അച്ചാർ നമ്മളൊക്കെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നാ വെച്ചാൽ നല്ലെണ്ണ ഉപയോഗിച്ചാൽ എളുപ്പം പൂക്കത്തില്ല. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ഗോൾഡൻ കളറായി നല്ലതായിട്ട് മൂത്തു. അപ്പോൾ അതിലേക്ക് ഒരു ബൗൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇടുക. അപ്പോൾ ഇഞ്ചി ഇടുക അങ്ങനെ മൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 5 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതുകൂടി ഇടുക. ഇതിലേക്ക് നമ്മൾ നല്ല കരിവേപ്പില ഇടുക. ഇതെല്ലാം നല്ലതായിട്ട് മൂത്തു കണ്ടോ. ഈ മുളകിൻ്റെ പച്ചയെല്ലാം പോയി വെള്ളം നിറം വന്നു മുളകിന്. ഇതെല്ലാം നന്നായിട്ട് മൂത്തു. അപ്പോൾ ഇനി തീ കുറച്ച് വെക്കുക ഞാൻ. എന്നിട്ട് ഇതിലേക്ക് ഇത് 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇടുക. കടുവും ഉലുവായും കൂടെ പൊടിച്ച് വെച്ചതാണ്. അതിനകത്ത് 2 സ്പൂൺ അത് ഇടുക. നമ്മൾ അച്ചാർ പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് ഇടുക. നമ്മൾ മീൻ വറുത്തേച്ച് വെച്ചേക്കുന്ന ബാക്കി എണ്ണ ഇതിനകത്ത് ഒഴിക്കുക. നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ മീൻ ഉപ്പ് ഇട്ടതാണ്. ഇതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തേക്ക് ഇടുക. അപ്പം ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കുക. തീ ഓഫ് ചെയ്യുക. നമ്മൾ തീ ഓഫ് ചെയ്തു. ഇത്ര കായപ്പൊടിയും കിട്ടിടുവാണ്. നമുക്കിതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് നോക്കാം. കുഴപ്പമില്ല, ഇച്ചിരി ഉപ്പൂടെ വേണം. അപ്പോൾ
നമ്മൾ അച്ചാറുണ്ടാക്കി കഴിഞ്ഞ് ഇത് ആറി കഴിഞ്ഞിട്ട് ഏതെങ്കിലും നല്ല ചില്ല് കുപ്പിക്കകത്ത് ഇട്ടിട്ട് പുറത്ത് വെക്കണം. 2 ദിവസം നല്ലതായിട്ട് പുറത്തിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കാവുള്ളൂ. അപ്പോൾ അതാപ്പോഴത്തേക്ക് ഇതെല്ലാം പിടിച്ചോളും. അപ്പോൾ നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി ഈ മീനച്ചാർ ഇടാനായിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മീനൊക്കെ അച്ചാറിട്ട് കൊടുക്കണം. അത് ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.